നിങ്ങളിലും ആരൊക്കെയോ പരീക്ഷാ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളല്ലയോ? ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കുമോ? ഈ പ്രതിസന്ധികളിൽ ഞാൻ ജയിക്കുമോ തോൽക്കുമോ? ഈ പ്രതികൂലത്തിൽ എനിക്കൊരു വിജയം കരസ്ഥമാക്കുവാൻ കഴിയുമോ? അതോ ഞാൻ തോറ്റുപോകുമോ? ഈ കേസിൽ ഞാൻ ജയിക്കുമോ തോൽക്കുമോ? ഈ സാമ്പത്തിക തകർച്ചയിൽ എനിക്ക് തിരിച്ചു വരവുണ്ടാകുമോ ഇല്ലയോ? ഈ ശത്രുതയുടെയും ഒറ്റപ്പെടലിന്റെയും മധ്യത്തിലേക്ക് എനിക്കൊരു മടങ്ങി വരവുണ്ടാകുമോ ഇല്ലയോ? ഞാൻ അനുഭവിക്കുന്ന കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകൾ, ഞാൻ അനുഭവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന വ്യക്തിപരമായ ശാരീരിക രോഗങ്ങൾ, എൻ്റെ പഴയ ശരീരം എനിക്ക് തിരിച്ചു കിട്ടുമോ? പഴയ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടുമോ? നേരത്തെ പോലെ എനിക്ക് ജോലിക്ക് പോകുവാനായിട്ട് കഴിയുമോ? ഇതൊക്കെ നിന്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി വന്നുവെങ്കിൽ, ഇന്നലെ വരെ നിന്റെ അധ്യാപകരുടെ ഉപദേശം നിനക്ക് ഫലം തന്നില്ല എങ്കിൽ, നിന്റെ രക്ഷകർത്താക്കളുടെ ഉപദേശം നിനക്ക് ഫലം തന്നില്ല എങ്കിൽ, നിന്റെ പാസ്റ്ററുടെ ഉപദേശം നിനക്ക് ഫലം തന്നില്ല എങ്കിൽ, നിന്റെ ഭാര്യയുടെ ഉപദേശം നിനക്ക് ഫലം തന്നില്ല എങ്കിൽ, നിന്റെ ഭർത്താവിന്റെയോ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെ ഉപദേശങ്ങളൊന്നും നിനക്ക് ഫലം കിട്ടിയില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് ഉപദേശിക്കുവാൻ സമർത്ഥനാണ്. നിന്നെ ഉപദേശിക്കുവാൻ കഴിവുള്ള ആ ദൈവത്തിൽ ഇന്ന് ആശ്രയിക്കണം. ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കണം. ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. ഇന്നെന്റെ ദൈവത്തിന് നിന്നെ വിജയിപ്പിക്കുവാനായിട്ട് കഴിയുക. ദൈവത്തിന് നിന്നെ ബലപ്പെടുത്തുവാൻ കഴിയുക. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവസഭ പറ, ഈ എക്സാമില് എന്റെ കർത്താവ് എന്നെ ശക്തീകരിക്കുന്നതോടുകൂടി ഞാൻ സകലത്തിനും മതിയായവനാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വാക്യമാണ്, ദൈവമേ അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ പോകുന്നിടത്ത് ഫെയിലാകും. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ പോകുന്നത് തോൽക്ക്. അങ്ങയുടെ സാന്നിധ്യത്തോടെ നീ ഏത് തൊഴിൽ മേഖലയിൽ പോയാലും, ഏത് ബിസിനസ് മേഖലയിലേക്ക് കടന്നു പോയാലും സഹോദര സഹോദരി, നീ വിജയിക്കുമെന്നുള്ളതിന് സംശയമേ ഇല്ല. ഈ പകൽ സമയത്തിലേക്ക് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ സാന്നിധ്യത്തോടൊപ്പം പോകാൻ തയ്യാറാകുക. ദൈവ സാന്നിധ്യത്തോടൊപ്പം പോകാൻ റെഡിയാകുക. നീ ഒറ്റയ്ക്കല്ല, നീ ജയാളിയായിട്ട് തിരിച്ചു വരപ്പെടാ. ദാവീദിന് അവൻ ശത്രുവിനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയപ്പെടാത്ത അനുഭവത്തിൽ സിക്ലാഗിൽ വെച്ചവൻ കണ്ണുനീരോടെ നിലവിളിച്ചു, ഈ ശത്രു ശക്തികളെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്റെ ഭാര്യമാരെ കൊണ്ടുപോയി, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, എന്റെ വസ്തുവകളെല്ലാം കൊണ്ടുപോയി. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഈ പരീക്ഷയെ പിന്തുടരുക. ദാവീദ് ദൈവത്തിന്റെ സഹായത്തോടെ അതിന്റെ പിന്നാലെ പോയി നഷ്ടപ്പെട്ടു പോയ സകലത്തെയും തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ, ആമേൻ, അബ്രഹാമിന്റെ സഹോദരപുത്രനായിരിക്കും ലോത്തിനെ ശത്രു രാജ്യക്കാരെ അപകരിച്ചു കൊണ്ടുപോയി ദൈവത്തിന്റെ സഹായത്തോടുകൂടി അബ്രഹാം കടന്നുപോയി ജയാളിയായിട്ട് തിരിച്ചു വന്നുവെങ്കിൽ, ഈ പകൽ സമയം ദൈവ സാന്നിധ്യം നിന്റെ കൂടെ പോരുന്നുവെങ്കിൽ, നീ പോകുന്ന സകല കാര്യാദികളും വിജയിക്കും.